അന്നേരം നിറഞ്ഞ കണ്ണുകളൊന്ന് തുടക്കാൻ പോലും മിനക്കെടാതെ അവർ അതിതീവ്രമായ നാലിംഗനം ചെയ്തു. ഒരു ദശകത്തോളമായി വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഒന്നാമനും രണ്ടാമനുമായി തുടർന്നും മറ്റേയാളെ നയിച്ചും മറ്റേയാളാൽ നയിക്കപ്പെട്ടും പ്രചോദിച്ചും പ്രചോദിപ്പിക്കപ്പെട്ടും മറ്റേയാളാൽ ലീൻ പാച്ചിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ ചിരിച്ചു തള്ളിയും പരസ്പരം സ്വന്തം ടീമിലേക്ക് മറ്റേയാളെ വേണമെന്ന് ശാഠ്യം പിടിച്ചും ഇരുവരും നടന്നു തീർത്ത ദൂരം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും സുന്ദരമായ യാത്രകളിലൊന്നായിരുന്നു. ആരാധകർ ചേരിതിരിഞ്ഞ് പോരടിക്കുമ്പോഴും അവർ പരസ്പരം ചേർത്ത് പിടിച്ചു. അവരുടെ ഊഴം അവസാനിക്കുകയാണ്. യാത്ര അതിൻ്റെ അവസാന പാദത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചുരുങ്ങിയത് ഈ ഫോർമാറ്റിലെങ്കിലും അത് അവസാനിച്ചിരിക്കുന്നു. പ്രോബബ്ലി വിരാട് കോഹ്ലി ഈസ് സേവിങ് ഫോർ ദി ഫൈനൽ. ഫൈനലിൻ്റെ തൊട്ടുമുമ്പ് രോഹിത് പറഞ്ഞ വാക്കുകൾ വെറുതെയായിരുന്നില്ല. ടീം എവിടെ തകർന്നിടിയുന്നു അവിടെ രക്ഷിക്കാൻ രാജാവുണ്ടെന്ന വിശ്വാസം രോഹിത്തിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. തുടരെയുള്ള 3 വിക്കറ്റ് വീഴ്ചകളിൽ നിന്നും അയാളുടെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ കളിയെ പിടിച്ചു നിർത്തിയത് എത്ര മനോഹരമായിരുന്നു. പിന്നാലെ ബാറ്റ് ചെയ്യാനിറങ്ങിയ അക്സറിനും ദൂബക്കും തുണയായി ഗ്രീസിൽ നിലയുറച്ചു നിന്ന് സ്കോർ ബോർഡിനെ പതിയെ ഉയർത്തിക്കൊണ്ടുവന്നത് ആ ഒരു നിമിഷത്തിൽ അയാളെക്കൊണ്ട് മാത്രം സാധിക്കുന്നതായിരുന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, സമ്മർദ്ദ നിമിഷങ്ങളിൽ ഇതുപോലെ ഇന്ത്യൻ ടീമിനെ കൈപ്പിടിച്ചുയർത്താൻ പറ്റിയ മറ്റൊരാൾ ഇന്നില്ല. ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷം ഈ കളിയെ വിലയിരുത്തുന്നവർ ഈ 76 റൺസിനെ അയാളുടെ സെൽഫിഷ് പ്രകടനമായി വിലയിരുത്തിയേക്കാം. അയാളുടെ റൺ റേറ്റിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ അയാളവിടെ ഇല്ലായിരുന്നുവെങ്കിൽ വരാനിരുന്ന വിപത്തിനെ ഈ ഫൈനൽ മത്സരം ലൈവായി കണ്ടവർ ഒരിക്കലും മറക്കില്ല. നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പിന് ശ്വാസം കയ്യിൽ പിടിച്ച് ഉരുകിയൊഴുകിയ പരിസമാപ്തി. ഇന്ത്യ ഒരിക്കൽ കൂടി വിശ്വകിരീടത്തിൽ മുത്തമിട്ടു. നിഴൽ പോലെ പിന്തുടർന്ന സൗത്ത് ആഫ്രിക്കയുടെ നിർഭാഗ്യം ഇന്നും കൂട്ടിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ 16-ാം ഓവറിൽ കാൾസൺ പുറത്തായിട്ടില്ലായിരുന്നുവെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി സൗത്ത് ആഫ്രിക്കക്കും വിശ്വകിരീടത്തിൽ മുത്തമിടാൻ ഭാഗ്യമുണ്ടായേനെ. വിശ്വപോരാട്ടത്തിൽ കളിച്ച എല്ലാ കളിയിലും കുറഞ്ഞ റൺസെടുത്ത് പുറത്താവുന്ന വിരാട് കോഹ്ലിയുടെ ഇന്നത്തെ ഇന്നിങ്സ് കൊണ്ട് അതെല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് അയാൾ രാജകീയമായി തന്നെ പടിയിറങ്ങിയിരിക്കുന്നു. പണ്ടെങ്ങോ പറഞ്ഞ പോലെ, നിങ്ങൾ രാജ്യത്തെ വീഴ്ത്താൻ വരുന്നുവെങ്കിൽ ആദ്യം രാജാവിനെ വീഴ്ത്തണം. ഒരേ ഒരു രാജാവ്, കിങ് കോഹ്ലി.